സാം ഡെസേർട്ടിലെ ഡെസേർട്ട് ക്യാമ്പിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്തു. ഇന്ന് ജയ്സാൽമീറിലെ 3-ാമത്തെ ദിവസമാണ്. ഇന്നിവിടെ നിന്നും വിട പറയുകയാണ്. അതിനു മുന്നേ ജയ്സാൽമീർ സിറ്റിയിൽ എത്തുന്നതിനു മുന്നേ തന്നെ കുൽദാര വില്ലേജ് കൂടി കാണുക എന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. ജയ്സാൽമീറിലേക്കുള്ള പ്രധാന പാതയിൽ നിന്നും ചെറിയൊരു ഡീവിയേഷൻ എടുത്താൽ തന്നെ കുൽദാര ഗ്രാമത്തിലെത്താം. ഗൂഗിൾ മാപ്പ് നോക്കി പോവാതിരിക്കുകയാണ് നല്ലത്. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഞങ്ങൾ കുറേയേറെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വഴി തെറ്റിയെന്ന്. തിരിച്ചു പോകാനാണെങ്കിൽ വഴി എങ്ങോട്ട് തിരിയണമെന്ന് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലെ തന്നെ വഴി തെറ്റി തിരിച്ചു വന്ന മറ്റൊരു ഫാമിലിയെയും കണ്ടത്. അവർക്ക് ശരിയാണെന്ന് തോന്നിയൊരു വഴി കാണിച്ചു തന്നു. എന്തായാലും അവരുടെ പുറകെ തന്നെ ഞങ്ങളും വെച്ചു പിടിച്ചു. പോകുന്ന വഴിക്ക് ഇങ്ങനെ മനോഹരമായ കള്ളുമുൾ ചെടികളും ഒക്കെയുള്ള നല്ലൊരു ടോപ്പോഗ്രഫിയാണ്. തികച്ചും ആൾതാമസമൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട മനോഹരമായ ടോപ്പോഗ്രഫി. വൈകാതെ തന്നെ ഞങ്ങൾ കുൽദാര വില്ലേജിലെത്തി. കുൽദാര ഇപ്പോൾ രാജസ്ഥാൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണ്. 2010 വരെ ഇത് ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഈ പ്രദേശത്തെ പറ്റി സമീപവാസികളും പോപ്പുലർ കൾച്ചറിലുമെല്ലാം തന്നെ ഒരു പ്രേതബാധിതമായ ഗ്രാമം എന്ന കഥയാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നിവിടെ ഗവൺമെന്റിന്റെ കൺസർവേഷനും പ്രൊമോഷനും ഒക്കെ കാരണം വൈബ്രന്റ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. 50 രൂപയാണ് കുൽദാരയിലേക്കുള്ള പ്രവേശന നിരക്ക്. ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു ചെറിയ കെട്ടിടം പ്രവേശന കവാടത്തിൽ തന്നെയുണ്ട്. അവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടറുമുണ്ട്. വേണ്ടവർക്ക് അവിടെ നിന്ന് ഗൈഡിനെ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഞങ്ങൾ ഗൈഡൊന്നും ഇല്ലാതെ തന്നെയാണ് അകത്തെത്തിയത്. ജയ്സാൽമീർ നഗരത്തോട് വളരെ അടുത്തു നിൽക്കുന്ന താമസക്കാരാൽ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് കുൽദാര ഗ്രാമം. എന്താണ് കുൽദാരയുടെ കഥയെന്നറിയാൻ ഞാൻ ഗൂഗിളൊക്കെ കുറേ സെർച്ച് ചെയ്തിരുന്നു. കൂടാതെ പ്രവേശന കവാടത്തിലുള്ള ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്നും പാംഫ്ലെറ്റൊക്കെ അരിച്ചു പറക്കി വായിക്കുകയും ചെയ്തു. എന്നാലും കുൽദാര എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് തിയറികളുണ്ട് ഇതിന് പിന്നിൽ. അതിൽ പ്രധാന തിയറി ജയ്സാൽമീർ രാജാവിൻ്റെ ദിവാനായിരുന്ന സലീം സിംഗിൻ്റെ ക്രൂരത കൊണ്ടും കടുത്ത ക്ഷാമം നേരിട്ട ഗ്രാമീണർക്ക് ഒരു നികുതി ഇളവ് പോലും കൊടുക്കാതെയുള്ള പിടിച്ചുപറിയൊക്കെ കൊണ്ടും ഗ്രാമീണർ ഗ്രാമം ഘട്ടം ഘട്ടമായി ഉപേക്ഷിച്ചു പോയി എന്നതാണ്. വൈഷ്ണവരായിരുന്ന പള്ളിവാൾ വംശക്കാരായിരുന്നു ഇവിടുത്തെ താമസക്കാർ എന്ന് പറയപ്പെടുന്നു. ഇവരുടെ കൂട്ടത്തിലെ അതിസുന്ദരിയായൊരു യുവതിയെ ദിവാനായിരുന്ന സലീം സിംഗ് കണ്ടു മോഹിച്ചെന്നും പെൺകുട്ടിയെ കൂട്ടിച്ചെല്ലാൻ പോയ സൈനികരോട് നാളെ രാവിലെ വരാൻ പറഞ്ഞ് ഗ്രാമീണർ തിരിച്ചയച്ചുവെന്നും ഒറ്റ രാത്രി കൊണ്ട് ഗ്രാമം ഉപേക്ഷിച്ചു പോയി എന്നുമാണ് മറ്റൊരു കഥ. ഇതുകൂടാതെ വെള്ളപ്പൊക്കം കാരണം, വെള്ളമില്ലായ്മ കാരണം, ഭൂകമ്പം കാരണം എന്നിങ്ങനെ പല കാരണങ്ങളും ചരിത്രകാരന്മാരും മറ്റ് ഗവേഷകരുമൊക്കെ പറയുന്നുണ്ട്. കുൽദാരയിലെ കെട്ടിടങ്ങളുടെ നാശനഷ്ടം വെച്ച് നോക്കുമ്പോൾ ഭൂകമ്പം വെറും ഒരു കഥയല്ല, അതൊരു തിയറി ആകാൻ ചാൻസ് ഉണ്ട് എന്ന് പലരും ബലമായി തന്നെ വിശ്വസിക്കുന്നു. കാരണം നാച്ചുറൽ പ്രോസസ്സ് കാരണം ഒരു കെട്ടിടങ്ങളും ഇത്രയും നശിക്കില്ല എന്നത് തന്നെ. ഒരു വലിയ ഏരിയയിൽ പൂർണ്ണമായും ഛിന്ന ഭിന്നമായ കെട്ടിടങ്ങൾ, അതൊരു കൗതുക കാഴ്ച തന്നെയാണ്. ഇതൊന്നുമല്ല, ഏതോ ഇരുണ്ട ശക്തി ഒറ്റ രാത്രി കൊണ്ടൊരു ഗ്രാമത്തെ തുടച്ചു നീക്കിയതാണെന്ന് വിശ്വസിക്കുന്നവരും ഇവിടെയുണ്ട്. കഥ എന്തുതന്നെയായാലും ഇന്ന് ഈ ഗ്രാമം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ജലലഭ്യത വളരെ കുറവുള്ളൊരു പ്രദേശമാണ് കുൽദാര. പ്രധാനമായും ഈ ജലലഭ്യതയും ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെടാനും വീണ്ടും ആൾതാമസം ഉണ്ടാവാതിരിക്കാനും ഉള്ളൊരു കാരണമാകാം. ഈ കെട്ടിടങ്ങളൊക്കെ റിനോവേഷൻ്റെ ഭാഗമായി പിന്നീട് ഗവൺമെൻറ് പണിതുയർത്തിയതാണ്. എന്നാൽ കുൽദാരയിലെ പഴയ കെട്ടിടങ്ങളോടും കെട്ടിട നിർമ്മിതിയോടും ഇവയൊക്കെ നീതി പുലർത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇവിടെ കണ്ടതിൽ വെച്ച് അധികം കേടുപാടുകളില്ലാത്ത
ഒരു കെട്ടിടമാണിത്. അതുകൊണ്ട് തന്നെയാവാം ഇങ്ങോട്ടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം മനുഷ്യർ കയറി കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെയും മുൻവശം തേച്ചുമിനുക്കി ട്രഡീഷണൽ രാജസ്ഥാനി രീതിയിൽ അലങ്കരിച്ചു ഭംഗിയാക്കിയിട്ടുണ്ട്. 3 ദിവസത്തെ ജയ്സാൽമീർ കറക്കവും ഇതിനു മുന്നേ പല പല നഗരങ്ങളിൽ കൂടിയുള്ള കറക്കവും ഒക്കെ കാരണം ഞങ്ങൾക്ക് അത്ര റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവുമുണ്ട്. കുൽധാര മൊത്തവും നടന്നു കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. 2 വീലർ കുൽധാരയിൽ എല്ലായിടത്തും അലൗഡുമാണ്. അതുകൊണ്ട് ഞങ്ങൾ 90% സ്ഥലങ്ങളും 2 വീലറിൽ തന്നെയാണ് കുൽധാരയിൽ കറങ്ങിയത്. ബസ്സിലും കാറിലുമൊക്കെ വന്നവർക്ക് ഈ ഒരു പ്രൊവിഷൻ അലൗഡ് അല്ല. അവർക്ക് അതാത് പാർക്കിംഗ് സ്പോട്ടുകളിൽ വണ്ടി കൊണ്ടിട്ടിട്ട് നടന്നു കാണുക തന്നെ ശരണം. നട്ടുച്ചയ്ക്ക് പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് കുൽധാരയിലെ വഴികളിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതത്ര പേടിപ്പെടുത്തുന്ന സ്ഥലമൊന്നുമല്ല. എന്നാൽ ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെയും ഗോസ്റ്റ് ഡോക്യുമെൻ്ററി മേക്കേഴ്സിൻ്റെയും ഒക്കെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കുൽധാര. ചില പ്രത്യേക ദിവസങ്ങളിൽ രാത്രികളിൽ ഇവിടെ നിന്ന് കരച്ചിലും നിലവിളികളും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമൊക്കെ കേൾക്കാറുണ്ടെന്ന് സമീപ ഗ്രാമങ്ങളിലെ ആൾക്കാരൊക്കെ തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഇനി ഒരിക്കലും താമസക്കാരുണ്ടാവരുത് എന്ന് പള്ളിവാൾ ബ്രാഹ്മണർ ശപിച്ചിട്ട് പോയ ഈ ഗ്രാമം ഇന്നും അവരുടെ ആഗ്രഹം പോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നു. ജയ്സാൽമീറിൽ നിന്നും ഇനി നേരെ പോകുന്നത് ജോധ്പൂരിലേക്കാണ്. ഈ യാത്രയിൽ രാജസ്ഥാനിലെ പ്രധാന സ്പോട്ടുകളെല്ലാം തന്നെ കറങ്ങണമെന്നതാണ് പ്ലാൻ. പ്രധാന സ്പോട്ടുകൾ എന്ന് ഉദ്ദേശിച്ചത് പ്രധാന നഗരങ്ങളൊക്കെ തന്നെ. ആദ്യമായിട്ടാണല്ലോ ഞാൻ രാജസ്ഥാനിൽ വരുന്നത്. അതുകൊണ്ട് ഇത്തവണ പ്രധാന നഗരങ്ങളും പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളും ഒക്കെ കണ്ടു മടങ്ങുക. ഇനിയൊരിക്കൽ ഒരു യാത്ര തരപ്പെടുകയാണെങ്കിൽ കുറച്ച് ഓഫ് ബീറ്റ് പ്ലേസസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട്. ഈ യാത്രയിൽ കാണാൻ കഴിയാതെ പോയ ഒട്ടേറെ കാഴ്ചകളുമുണ്ട്. സമയപരിമിതി കൊണ്ടോ മുന്നേ ഉള്ള അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ തന്നെ മിസ്സായി പോയ ചില സ്പോട്ടുകൾ. ജോധ്പൂരിലേക്കുള്ള ട്രെയിനിലാണിപ്പോൾ. പൊഖാറൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇവിടെ കുറച്ചു നേരം സ്റ്റോപ്പുണ്ട്. പോകുന്ന വഴിക്ക് റെയിൽവേ പാളത്തിനടുത്തായി തന്നെ കണ്ട ഒരു മോണുമെൻ്റാണിത്. ബഡാബാഗിനെയൊക്കെ പോലെ തന്നെ അടുപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഛത്രികൾ. രാജസ്ഥാനിൻ്റെ ഒരു പ്രത്യേകതയും ഇതുതന്നെയാണ്. എവിടെ നോക്കിയാലും മനോഹരമായ നിർമ്മിതികൾ. ഇനി ബാക്കി ഒട്ടേറെ വിശേഷങ്ങളുണ്ട്. ജോധ്പൂരിലെ വിശേഷങ്ങളുമായി വരുന്ന വീഡിയോകളിൽ കാണാം.